കൂടി കൂട്ടിച്ചേർത്ത് മലപ്പുറത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരം കാണുന്നു. കാരണം നിയമവ്യവസ്ഥയും എല്ലാം ഉള്ള ഒരു നാട്ടിൽ, അല്ലെങ്കിൽ ജനാധിപത്യപരമായ സർക്കാർ പ്രവർത്തിക്കുന്ന നാട്ടിൽ മുസ്ലിം ലീഗ് അത്തരത്തിലൊരു മതവിധി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുമെന്ന രീതിയിൽ പരാമർശിക്കപ്പെടുന്നത് ഇത് വേണമെന്നാണ് ചോദിക്കുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ജലീലിൻ്റെ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കതിനെ പറ്റിയിട്ട് പറയാൻ നിർവാഹമില്ല. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ നിർവാഹമില്ല. അത് മനസ്സിലാക്കിയ ശേഷം വേണമെങ്കിൽ ആ ഘട്ടത്തിൽ പറയാം. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ജലീലിനെ പോലുള്ള ആളുകൾ, ജലീൽ വേട്ടയാടപ്പെട്ടത് വ്യക്തിപരമായിട്ടാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു കാര്യത്തിൽ മാധ്യമങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. മാധ്യമങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധവും ഇല്ല. വ്യക്തിവിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. മാധ്യമങ്ങൾക്കുള്ളത് രാഷ്ട്രീയ വിരോധവും രാഷ്ട്രീയ അജണ്ടയും മാത്രമാണ്. അത് ഇപ്പോൾ ഒരു സംശയമില്ലാതെ വ്യക്തമാക്കുന്നതാണ് അൻവറിനോട് ഒറ്റ രാത്രി കൊണ്ട് മാധ്യമങ്ങൾ എടുത്ത സമീപനം. അത് സമ്മതിക്കാതെ തരമില്ല. കാരണം അതാ പറഞ്ഞത്, നിങ്ങൾ അൻവർ പറഞ്ഞ നെക്സസ് ഇപ്പോൾ ശരിയായി. ആ നെക്സസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം മാധ്യമങ്ങളും അൻവറും തമ്മിലുള്ള നെക്സസ് എന്താ? കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. അൻവർ എന്ന് വരെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നോ അന്ന് വരെ മാധ്യമങ്ങൾ അൻവറിനെ കണ്ണിൽ ചോരയില്ലാതെ വേട്ടയാടി. എന്ന് ഇടതുപക്ഷത്തിനെതിരെ തിരിഞ്ഞോ മാധ്യമങ്ങൾ ഇപ്പോൾ അൻവറിനെ പല്ലക്കിൽ ചുമന്ന് നടക്കുന്നു. അതെ, ആ നെക്സസ് മാധ്യമങ്ങളും അൻവറും തമ്മിലാണ്. ആ നെക്സസ് അപ്പോൾ വ്യക്തമായില്ലേ? എന്തെല്ലാമാണ് നിങ്ങളെല്ലാവരും കൂടി അൻവറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് വല്ലതും ഓർമ്മയുണ്ടോ എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ നിങ്ങൾ എന്തായാലും അൻവറിനൊരു ക്ലീൻ ചിറ്റ് കൊടുത്തു. അൻവറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയക്കാരൻ എന്ന് മാധ്യമങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ, അല്ല അതാ പറഞ്ഞത്, അന്ന് നിങ്ങൾക്ക് അൻവർ ഏറ്റവും അസ്വീകാര്യനായിരുന്നു. ഇടതുപക്ഷത്തോടൊപ്പം നിന്ന സമയത്ത് ഞങ്ങൾ എല്ലാ കാര്യത്തോടും യോജിച്ചിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാനും പോയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും അപ്രിയനായിരുന്ന, ഏറ്റവും അസ്വീകാര്യനായിരുന്ന അൻവർ എത്ര വേഗത്തിലാണ് സ്വീകാര്യനായി മാറിയത്? പ്രൈം ടൈമിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഇപ്പോൾ പൂർണ്ണമായിട്ട് കൊടുക്കാറില്ല. പക്ഷേ 3 മണിക്കൂറല്ലേ അൻവറിൻ്റെ പ്രസംഗം പ്രൈം ടൈമിൽ കൊടുത്തത്. അതാ ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പൂർണ്ണമായിട്ട് കൊടുക്കില്ല. മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ എടുത്താൽ അത് പൂർണ്ണമായിട്ട് കൊടുക്കില്ല. പക്ഷേ നിങ്ങൾ രാത്രി ടെലിവിഷൻ ചർച്ചയൊക്കെ മാറ്റിവെച്ച് അൻവറിൻ്റെ പ്രസംഗം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ട കാര്യം, മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ വിരോധവും രാഷ്ട്രീയ അജണ്ടയും മാത്രമേ ഉള്ളൂ. അത് ഇടതുപക്ഷത്തോടുള്ള രാഷ്ട്രീയ വിരോധം മാത്രമേ ഉള്ളൂ എന്നാണ്. ഇടതുപക്ഷത്തിനെതിരാവുന്ന എല്ലാവരും നിങ്ങൾക്ക് സ്വീകാര്യരാണ്. ഞങ്ങളാക്കിയതിനേക്കാൾ വലിയ നേതാവാക്കാനാണല്ലോ നിങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലേ കൊടുക്കുന്ന കവറേജ് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കവറേജൊക്കെ കേരളത്തിൽ ഏത് CPM നേതാവിനാണ് കൊടുത്തിട്ടുള്ളത്? ഏത് ഇടതുപക്ഷ നേതാവിനാണ് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ ഇനി നിങ്ങളാണ് പറയേണ്ടത് അൻവറിനെ കുറിച്ച്. നിങ്ങളാണ് ഇനി പറയേണ്ടത് അൻവറിനെ കുറിച്ച് ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങളിലൊക്കെയുള്ള നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ ആ പറഞ്ഞതിൽ കുറച്ച് നിൽക്കുന്നോ അതോ അൻവറിന് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കേണ്ടതാണ്.